കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ ഉത്രാടക്കുല കാഴ്ചക്കുല സമർപ്പണമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അതേപോലെ ഇന്ന് കല്യാണങ്ങളായിരുന്നു കൂടുതൽ. 3 മണ്ഡപത്തിൽ കല്യാണം നടന്നുകൊണ്ടിരുന്നിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. പൊതുവെ തിരക്ക് അത്രയ്ക്ക് പറയാനില്ല, എന്നാൽ കുറച്ചൊക്കെ ഉണ്ട്. അങ്ങനത്തെ അവധി ദിവസത്തിൻ്റെ അത്രയ്ക്കുള്ള തിരക്ക് കാണാനില്ല എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണ്. എന്തായാലും നമുക്ക് ദർശനത്തിനായിട്ട് പോവാം. ഇനിയിപ്പോൾ 7-ാം തീയതി വരെയും ഇതേപോലെ തന്നെയാണ്. നാളെ ഇപ്പോൾ ഭഗവാന്റെ സദ്യയാണ്, തിരുവോണ സദ്യയാണ്. രാവിലെ മുതൽ 2 മണി വരെ ഉണ്ട്. 2 മണിക്ക് ശേഷം പിന്നെ ബാക്കിയുള്ളത് ബുഫേ പോലെയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ കേട്ടിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ദർശനത്തിനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുള പാരസ്യാരുടെ സ്മരണ ഉയർത്തുന്ന മഞ്ജുളാലൊന്ന് പോയിട്ട് ദർശനമായിട്ട് ഇങ്ങനെ വരാം. അങ്ങനെ അത്തിമര ഗണപതിയുടെ അവിടെ വന്നിട്ട് അദ്ദേഹത്തെ തൊഴാം. അതിനുശേഷം നമ്മളിങ്ങനെ നേരെ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് പോരാം. അങ്ങനെ പോരുമ്പോൾ കൊടിമരത്തിൻ്റെ അപ്പുറത്തുള്ള വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം. അതിന് നടുക്കായിട്ട് ലക്ഷ്മി ദേവീനെയും കാണാം. അതൊക്കെ തൊഴുത് നമ്മളിങ്ങനെ വാതിൽപ്പടി കയറുമ്പോൾ ഇടത്തെ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. വലത്തെ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരത്തെ ഒന്ന് സ്മരിച്ച് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. എന്ത് രസമാണെന്നറിയോ, ഭഗവാന്റെ ശ്രീലകത്തെ വെളിച്ചം തന്നെ കണ്ടാൽ തന്നെ നമുക്ക് സന്തോഷമാണ്. അത്രയും എന്താ വെച്ചാൽ സ്വർണ്ണ വിളക്കിലും വെള്ളി വിളക്കിലൊക്കെ ഇങ്ങനെയുള്ള ദീപനാളങ്ങളുടെ ശോഭ കാണുമ്പോഴേ എന്തോ രസം. നമ്മൾ എല്ലാം മറന്ന് ഭൂലോക വൈകുണ്ഠത്തിലെത്തിയ അതേ പ്രതീതിയാണ്. അപ്പോൾ ഭൂലോക വൈകുണ്ഠമാണ്, നമ്മൾ വൈകുണ്ഠം കണ്ടില്ലല്ലോ. അപ്പോൾ ഭൂലോക വൈകുണ്ഠം എന്ന് പറയുന്ന ഗുരുവായൂരപ്പൻ്റെ സമക്ഷത്തിലെത്തുമ്പോൾ തന്നെ നമുക്ക് നമ്മളിൽ എന്താ പറയുക, ഒരു അനിർവചനീയമായ ഒരാനന്ദമാണ്. അങ്ങനെ നമ്മളിങ്ങനെ നോക്കിയാൽ ഭഗവാന്റെ കുഞ്ഞി കാലുകൾ കാണാണ്ട്, കാൽപാദങ്ങൾ കാണാണ്ട്, കാൽപാദങ്ങളിൽ കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ, പീതവസ്ത്രം, അങ്ങനെ പീതാംബരം ചുറ്റിയിട്ടാണ്. അപ്പം എന്തോ നോക്കട്ടെ. അങ്ങനെ നോക്കി വരുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അരമണിയൊക്കെ കാണാണ്ട്, അരമണിക്ക് ഇങ്ങനെയൊക്കെ കണ്ട് അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ മാറത്ത് ഒരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു കാശിമാല, അങ്ങനത്തെ മാലകൾ കാണാണ്ട്, കൈവളകൾ കാണാണ്ട്. ചതുർബാഹുവാണ് കേട്ടോ. 4 തൃക്കൈകളിൽ വളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. അതേപോലെ തന്നെ നല്ലൊരു കാതിൽ 2 ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. 4 കൈകളിലും ശംഖ്, ചക്രം, ഗദാപത്മത്തോടു കൂടി മഹാപ്രഭു നാരായണനായിട്ട് ഗുരുവായൂരപ്പനായിട്ടാണെന്ന് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് ഇങ്ങനെ മരുവുന്നത്. നല്ല രസമായിട്ടുള്ള ഒരു വർണ്ണനയാണ്, കാഴ്ചയാണ്. അപ്പോൾ ശംഖും ചക്രവും സ്വർണത്തിൻ്റെയാണ്. ഗദ എന്ന് ചന്ദനം കൊണ്ടാണ് ചാർത്തിയിട്ടുള്ളത്. പിന്നെ പത്മം ഒരു താമരപ്പൂവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുഖത്തങ്ങനെ നല്ല ശോഭ വിരിഞ്ഞ് നിൽക്കുകയാണ്. മഹാപ്രഭുവായിട്ട് ഇങ്ങനെ നമ്മളെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നാരായണസ്വാമിയായിട്ട് ഇങ്ങനെ ശ്രീലകത്ത് ഇങ്ങനെ മേവുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ കാണാം. അതേപോലെ തന്നെ സ്വർണത്തിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ തിരുമുടി മാലകളുണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ള ഒരെണ്ണം, തെച്ചിയും വെളുത്ത പൂവായിട്ടുള്ള ഒരെണ്ണം, അങ്ങനെയാണ് ഒരു തിരുമുടി മാലകൾ. അതുപോലെ വലിയൊരു മാല ഉണ്ട്, ഉണ്ടമാല, നല്ല തിക്ക് ആയിട്ടുള്ളത്. വെളുത്ത പൂവുണ്ട്, തുളസിയുണ്ട്, തെച്ചിയുണ്ട്. അതേപോലെ തന്നെ 3 കൂടി ഇങ്ങനെ ചേർന്നിട്ട് സമമായിട്ടുള്ള പോലെ. അപ്പോൾ നല്ല രസമായിട്ടാണ് ആ കാഴ്ച. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പ്രാർത്ഥിക്കുക. നാരായണ 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 എന്നിങ്ങനെ ജപിച്ചാലേ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ചെന്നിട്ട് ഇങ്ങനെ ജപിക്കുമ്പോൾ എന്താ ഒരു സുഖം, മനസ്സെന്ന് എല്ലാം ഇറങ്ങിപ്പോകുന്ന ഒരു പ്രതീതിയാണ്. എല്ലാ വിഷമങ്ങളും തൃപ്പാദത്തിൽ അങ്ങോട്ട് അർപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തൊഴുത് അവിടെ നിന്ന് ഇറങ്ങിയ നേരെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കിയിട്ട് തൊഴുത്, അതേപോലെ തന്നെ നമ്മൾ നേരെ തിടപ്പള്ളി നോക്കി തൊഴാം. പിന്നെ നേരെ ഭണ്ഡാരത്തിൻ്റെ
കുറച്ച് പുറകിലുള്ള ആലിലക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ഗണേശൻ്റെ അടുത്തേക്ക് വരികയാണ്. ഗണേശൻ്റെ അടുത്ത് വരുമ്പോഴോ ഗണേശൻ്റെ അവിടെ ഇങ്ങനെ കുറച്ചൊക്കെ തിരക്കുണ്ട്. അതിൻ്റെ കൂടെ ഇങ്ങനെ നമുക്ക് വരുമ്പോൾ ഗണേശനിങ്ങനെ ചാർത്തായിട്ടുണ്ട്, ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. മുഖമൊക്കെ കൊമ്പ് തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ വേറെ വേറെ ആയിട്ട് ഇങ്ങനെ കാണാനുണ്ട്. നല്ല രസമായിട്ട് കിരീടമൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല രസമായിട്ടാണ് കേട്ടോ ഗണേശൻ നിൽക്കണത്. വളരെ മനോഹരമായിട്ടുണ്ട്. ധാരാളം പൂക്കൾ അർച്ചന നടന്നിട്ടുണ്ട്. താമരപ്പൂവും തുളസിപ്പൂവും ഒക്കെ ആയിട്ട് ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഗണേശനെ പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കാണാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. ആ വരാഹത്തിൻ്റെ ഒരു പുറത്ത് കുറൂരമ്മേനെയും കൃഷ്ണനെയൊക്കെ വേറെ കാണാം കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാവുന്നതാണ്. അങ്ങനെ പിന്നീട് മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതൊക്കെ വാങ്ങിയിട്ട് നേരെ നമ്മൾ വാമനാവതാരവും അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ഒരു കാഴ്ചയും മഹാവിഷ്ണുവിനെയൊക്കെ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് അനന്തപത്മനാഭസ്വാമിയുടെ അടുത്തേക്ക് പോരാം. അനന്തപത്മനാഭസ്വാമിയുടെ അവിടെ ധാരാളം മാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് വിധാനമായിട്ട്. വിഷ്ണുവിൻ്റെ മുകളിൽ ഇങ്ങനെ നല്ല താമരപ്പൂ കൊണ്ടുള്ള മാലയുണ്ട്. ബ്രഹ്മാവിൻ്റെ അവിടെ നല്ല കുങ്കുമത്തിൻ്റെ പൂവും അതേപോലെ തന്നെ എന്താ പറയുക ചെണ്ടുമല്ലിപ്പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തിൻ്റെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. പിന്നീട് ദശാവതാര വിഗ്രഹങ്ങൾ ബാക്കിയൊക്കെ കണ്ട് കൃഷ്ണൻ്റെ അടുത്ത് വരാം, മുരുകൻ്റെ അടുത്ത് വരാം. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്തുനിന്ന് കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിക്കുക കേട്ടോ, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അചാഢ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ രാധാകൃഷ്ണ വിഗ്രഹവും ആ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കാണാം. അങ്ങനെ അവരൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് താമരക്കണ്ണനെ, കൽപ്പകോശത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. അതിനുശേഷം അവിടുന്ന് ഇങ്ങനെ കിഴക്ക് വശത്തേക്ക് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ആ കൊടിമരം വന്ന് കാണാം, കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ മണിക്കിണറും ആ നൃത്താറയൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെയും നാരദരെയും അതേപോലെ മേൽപ്പത്തൂരിനെയൊക്കെ തൊഴുത് അങ്ങനെ വരുന്ന അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതിനുശേഷം ഇടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ അവിടെയും കുറച്ചൊക്കെ തിരക്കുണ്ട്, എന്നാൽ വലിയ തിരക്കൊന്നുമില്ല. അതിങ്ങനെ വന്നാൽ ഭഗവതീനെ കാണാനായിട്ട് നോക്കുമ്പോൾ ഗോളക തന്നെയാണ്. അങ്ങനെ മുകളിലൊക്കെ അങ്ങനെ ധാരാളം ചുവന്ന പൂക്കളുണ്ടെന്നൊരു പച്ചപ്പട്ടാണ് വിധാനമായിട്ട് ഉടുപ്പിച്ചത്. അതിന് മുകളിൽ ചുവപ്പുണ്ട്. അങ്ങനെയുള്ള കാഴ്ചയാണ്. അപ്പോൾ ഭഗവതീനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് വരുമ്പോൾ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിക്കുക. എന്നിട്ടൊന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വരിക. വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ചതുർബാഹുവായ നാരായണനെ കണ്ട് ഗുരുവായൂരപ്പനെ കണ്ട് നമസ്കരിച്ച് പോരാം. പിന്നീട് നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ പോവുക. അവിടെ ഒന്ന് നമസ്കരിക്കുക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ വരുമ്പോൾ നല്ല കിരീടമൊക്കെ വെച്ച് നല്ല പാവുണ്ടൊക്കെ ഉടുപ്പിച്ച് അതിൻ്റെ മുകളിൽ കറുത്ത ഇതൊക്കെ ആക്കിയിട്ട് പിന്നെ മഞ്ഞ്
ആയിട്ടുണ്ട്. പിന്നെ നല്ല വലിയ മാല സ്വർണത്തിൻ്റെ ഉണ്ട്. കാതിൽ പൂക്കളൊക്കെ ഉണ്ട്, ചെവിപ്പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. ഗോപി തിലകം വെച്ചിട്ടുണ്ട്. മുഖമൊക്കെ അങ്ങനെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ പ്രദക്ഷിണമായിട്ട് വന്ന് ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ടു തൊഴാം. കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് ഇങ്ങനെ വന്ന് രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിന് നടുക്കുള്ള കാളിയമർദ്ദന രൂപത്തെ കണ്ടു തൊഴാം. പിന്നെ ആ പൂന്താനം തിരുമേനി പൂജിച്ച വിഗ്രഹമുള്ള നാരായണാലയത്തിലൊന്ന് പോയിട്ട് അവിടെയും തൊഴുത് ഇങ്ങനെ വരാം. എന്നിട്ട് അങ്ങനെ ഭഗവതി നട അവിടെ വന്ന് ഒന്നുകൂടി തൊഴാം. പിന്നീട് ഇങ്ങനെ വരുമ്പോൾ നേരെ ആ വലിയ ദീപസ്തംഭം കിഴക്കേ നടയിലുള്ള അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ നാരായണനെ ഒന്നുകൂടി തൊഴാം. അപ്പോൾ പിന്നിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ ഇന്നത്തെ ഉത്രാട പൂക്കളം കാണാം. അവിടെ എന്താ വെച്ചാൽ അവിടെയും മഹാവിഷ്ണുവാണ്. അനന്തൻ ഇങ്ങനെ കുട പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ച കാണാം. പിന്നീട് നമ്മൾ തെക്കേ നടയിലേക്ക് വരിക. തെക്കേ നടയിലേക്ക് വന്നാൽ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവീനെയൊക്കെ മനസ്സിൽ സ്മരിക്കുക. അപ്പോൾ അവരുടെ കൂടി അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ. ഇനിയൊരു ചെറിയ കഥ. നരസിംഹമൂർത്തിയുടെ അവതാരോദ്ദേശമാണ്. അത് അറിയുണ്ടാവും, എന്നാലും ഒന്നുകൂടി പറയാം. ഭക്ത സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സഭാസ്തംഭത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ട ആ മഹാവിഷ്ണുവിൻ്റെ നരസിംഹമൂർത്തി അവതാരം വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ദിവസമാണ് നരസിംഹ ജയന്തിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. നരസിംഹാവതാര ദിവസമാണ് ഇത്. നരസിംഹ ക്ഷേത്രങ്ങളിലൊക്കെ അതിങ്ങനെ പ്രത്യേകമായിട്ട് പൂജകളൊക്കെ ഉണ്ടാവും. ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാനും ദുഷ്ടനായ ഹിരണ്യകശിപുവിനെ കൊല്ലാനുമായി അവതാരമെടുത്തതാണ് നരസിംഹമൂർത്തി. ഉഗ്രമൂർത്തിയായ നരസിംഹമൂർത്തിയെ കണ്ട് സകല ദേവീദേവന്മാരും ഭയന്ന് വിറച്ചു. വിഷ്ണുവിൻ്റെ പരമഭക്തനും 5 വയസ്സുള്ള ബാലനുമായ പ്രഹ്ലാദൻ സ്തുതിച്ചതോടെ നരസിംഹമൂർത്തിയുടെ കോപത്തിൽ അല്പം കുറവ് വന്നു. ലക്ഷ്മി സമേതനായിട്ട് പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു എന്നാണ്. ഹിരണ്യകശിപുവിൻ്റെ കഥ എന്താ വെച്ചാൽ ഹിരണ്യാക്ഷനെ കൊന്നു. അതിനെ തുടർന്ന് ഹിരണ്യകശിപു ഭയങ്കര ദേഷ്യം വന്നു. അങ്ങനെ ബ്രഹ്മാവിനെ തപസ് ചെയ്തു. അങ്ങനെ നല്ല കഠിനമായ തപസ് ചെയ്തിട്ട് തൻ്റെ മരണം, അതായത് മരിക്കാൻ പാടില്ല എന്ന് ആദ്യം പറഞ്ഞു. പക്ഷെ അത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യനോ മൃഗമോ തന്നെ കൊല്ലരുത്, ആയുധങ്ങൾ കൊണ്ട് തന്നെ കൊല്ലരുത്, രാവോ പകലോ തന്നെ കൊല്ലരുത്, ഭൂമിയിലോ ആകാശത്തോ പാതാളത്തോ വെച്ച് തന്നെ കൊല്ലരുത് എന്നൊക്കെയുള്ള വരങ്ങൾ വാങ്ങി ബ്രഹ്മാവിൻ്റെ അടുത്ത് നിന്ന്. എല്ലാ വരങ്ങളും ഈ പറയുന്ന 3 പേര് തന്നെ കൊടുക്കേ, ബ്രഹ്മാവും വിഷ്ണു ശിവനും. എന്നിട്ട് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക. അപ്പോൾ എന്താ വെച്ചാൽ കാര്യകാരണ സഹിതം ഓരോ കർമ്മത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വരബലത്തിൽ അഹങ്കാരിയായപ്പോൾ ഹിരണ്യകശിപു ജനദ്രോഹിയായി. സഹോദരനായ ഹിരണ്യാക്ഷനെ പോലെ തന്നെ അയാളും ദേവലോകം ആക്രമിച്ചു കീഴടക്കി ദേവന്മാരെയൊക്കെ അവിടുന്ന് ഒഴിവാക്കി. ഇതിൽ ദുഃഖിതരായ ദേവകൾ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. താൻ ഉടനെ പ്രശ്നപരിഹാരം നടത്തിക്കൊള്ളാമെന്ന് ഭഗവാൻ അവർക്ക് വാക്കുകൊടുത്തു. ഇതിനിടയിൽ ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയായ കയാസു ഗർഭിണിയായി. സുന്ദരിയായ കയാസുവിനെ കണ്ടു മയങ്ങിയ ദേവേന്ദ്രൻ അവളെ ബന്ദിയാക്കി ഹിരണ്യകശിപുവിനോട് പക വീട്ടാൻ ശ്രമിച്ചെങ്കിലും നാരദ മഹർഷിയുടെ ആവശ്യപ്രകാരം അവളെ വിട്ടയച്ചു. തുടർന്ന് കയാതുവിൻ്റെ തൻ്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ മഹർഷി അവൾക്ക് വിഷ്ണു കഥകൾ ധാരാളം പറഞ്ഞു കൊടുത്തു. ആശ്രമത്തിൽ വെച്ച് തന്നെ കയാതു പ്രഹ്ലാദന് ജന്മം നൽകി. മാതൃഗർഭത്തിലായിരിക്കെ തന്നെ വിഷ്ണു കീർത്തനങ്ങളും മറ്റും കേൾക്കാനിടയായ പ്രഹ്ലാദൻ അതുമൂലം ബാല്യം മുതലേ തികഞ്ഞ വിഷ്ണു ഭക്തനായിട്ട് മാറി.
അങ്ങനെ വളർന്നപ്പോൾ ഗുരുകുലത്തിൽ പഠിക്കാൻ പോയി. പ്രഹ്ലാദൻ ഗുരു അടക്കം അവിടെയുള്ളവരെല്ലാം തികഞ്ഞ വിഷ്ണു ഭക്തരാക്കി മാറ്റി. ഇതിനിടയിൽ ഹിരണ്യകശിപു തൻ്റെ രാജ്യത്തെ വിഷ്ണു പൂജ നിരോധിച്ചു. ആരും വിഷ്ണുവിനെ പൂജിക്കരുതെന്നും തന്നെ മാത്രമേ പൂജിക്കാൻ പാടൂ എന്നൊക്കെ ആൾ കൽപ്പിച്ചു. നിയമം ലംഘിച്ച് നിരവധി പേർ വധശിക്ഷയ്ക്ക് വിധേയരായി. ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ തൻ്റെ പുത്രൻ ശത്രുവിനെ ഭജിക്കുന്നത് അസഹനീയമായി തോന്നിയ ഹിരണ്യകശിപു അവനെ വധിക്കാൻ പല രീതിയും ശ്രമിച്ചു. കൊക്കയിലും കടലിലൊക്കെ വലിച്ചെറിഞ്ഞു. പാമ്പിന് തിന്നാൻ കൊടുത്തു. പക്ഷേ ഒന്നും നടന്നില്ല. അപ്പോൾ എല്ലാ അവസരങ്ങളിലും അവൻ രക്ഷപ്പെട്ടു. ഇത് ഹിരണ്യകശിപുവിനെ പൂർവാധികം കോപിഷ്ഠനാക്കി. അയാൾ തൻ്റെ സഹോദരിയായ ഹോളികയെ അതിനായി വിളിച്ചു കൊണ്ടുവന്നു. ശരീരം ഒരിക്കലും അഗ്നിയിൽ ദഹിച്ചു പോകില്ല എന്ന വരം ഹോളിക ബ്രഹ്മാവിൽ നിന്ന് കരസ്ഥമാക്കിയിരുന്നു. ഇതറിയാമായിരുന്ന ഹിരണ്യകശിപു തന്മൂലം പ്രഹ്ലാദനെ തീ കൊടുത്തു കൊല്ലാനാണ് തീരുമാനിച്ചത്. വിറക് ശേഖരിച്ച് കൊളുത്താനായി തീയും കൊണ്ടുവന്ന ശേഷം പ്രഹ്ലാദനെയും ഹോളികയെയും വിറകിനു മുകളിൽ കിടത്തി തുടർന്ന് ഹിരണ്യകശിപു തീ കൊടുത്തു. എന്നാൽ പ്രഹ്ലാദൻ വീണ്ടും രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഹോളികയുടെ വരം നിഷ്ഫലമാകുകയും അവ തീയിൽ വെന്ത് മരിക്കുകയും ചെയ്തു. തുടർന്ന് പൂർവാധികം കോപിഷ്ഠനായ ഹിരണ്യകശിപു ഒരു ദിവസം സന്ധ്യയ്ക്ക് "എവിടെ നിൻ്റെ ഭഗവാൻ?" എന്ന ചോദ്യം പ്രഹ്ലാദനോട് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ തൂണിലും തുരുമ്പിലും ഉണ്ട്, സർവ്വതിലും ഉണ്ട് എന്ന് പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു. ഇത് കേട്ടപാടെ കോപാക്രാന്തനായ ഹിരണ്യകശിപു അടുത്ത് കണ്ട ഒരു തൂണ് കാണിച്ച് "ഇതിൽ നിൻ്റെ ഭഗവാൻ ഉണ്ടോ?" എന്ന് ചോദിച്ചു. അപ്പോൾ അഹന്തയോടെയാണ് ചോദ്യം. അപ്പോൾ മകൻ പറഞ്ഞു, "ആ ഉണ്ട്, എല്ലാറ്റിലും ഭഗവാനുണ്ട്" എന്ന് പറഞ്ഞു. എന്നാൽ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ആ തൂണിങ്ങോട്ട് അടിച്ചു തകർത്തു. ആ നിമിഷമാണ് ഉഗ്രരൂപനായ നരസിംഹൻ വിഷ്ണു ഭഗവാൻ നരസിംഹമായിട്ട് പുറത്ത് ചാടിയത്. വരത്തിൻ്റെ പറഞ്ഞതുപോലെ തന്നെ പകലും രാത്രിയുമല്ലാത്ത സന്ധ്യാസമയത്തായിരുന്നു ആ നരസിംഹാവതാരം. സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലും ഉണ്ടായിരുന്ന നരസിംഹം തന്മൂലം മനുഷ്യനോ ദേവനോ മൃഗമോ ഒന്നുമല്ലായിരുന്നു. ഹിരണ്യകശിപുവിനെ എടുത്തുകൊണ്ടുപോയ ഭഗവാൻ അയാളെ തൻ്റെ മടിയിൽ കിടത്തി കയ്യിലെ നഖങ്ങൾ ഉപയോഗിച്ച് മാറുകീറി പിളർത്തിക്കൊന്നു. കൊട്ടാരത്തിൻ്റെ ഉമ്മറപ്പടിയിൽ വെച്ചാണ് ഇത് സംഭവിച്ചത്. അങ്ങനെ വരത്തിൻ്റെ മറ്റ് നിബന്ധനകളും പാലിക്കപ്പെട്ടു. ഹിരണ്യകശിപുവിനെ വധിച്ചിട്ടും കോപമടങ്ങാതെ നിന്ന ഭഗവാൻ പ്രഹ്ലാദൻ്റെ ആ സ്തുതിഗീതങ്ങൾ കേട്ടൊക്കെ ശാന്ത സ്വരൂപനായിട്ട് ആ പ്രഹ്ലാദനെ അനുഗ്രഹിച്ച് ശേഷം ആ ഒരു എന്താ പറയുക അപ്രത്യക്ഷമായി എന്നാണ്. കേട്ട കഥയായിരിക്കാം, എന്നാലും ഒരു ചെറിയ കഥ പറഞ്ഞു എന്ന് മാത്രം. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ശരിക്കിപ്പോൾ വാമന ജയന്തി ഇന്നാണ്, തിരുവോണത്തുനിന്നാണ്. പക്ഷെ ശരിക്കും ഇന്നായിരുന്നല്ലോ തിരുവോണം ആകേണ്ടിയിരുന്നത്. ഓണം അത്തം തൊട്ടിന്ന് 10ാമത്തെ ദിവസമാണ്. പക്ഷേ ഇപ്രാവശ്യം 11ആണ്. അത്തം തൊട്ട് 11 ദിവസമായി. അതുകൊണ്ടാണ് വാമന ജയന്തി. പക്ഷെ എന്നാലും ഉത്തരേന്ത്യയിലൊക്കെ ഇന്ന് വാമന ജയന്തിയായിട്ട് ഇന്നാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.